അന്തരിച്ച ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ പ്രഥമ മെത്രാപ്പൊലീത്ത മാർ അത്തനേഷ്യസ് യോഹാന്റെ സംസ്കാര ചടങ്ങുകൾ സഭാസ്ഥാനമായ തിരുവല്ലയിൽ നടക്കും. ഇന്ന് വൈകിട്ട് ചേരുന്ന സഭാ സിനഡിന് ശേഷം സംസ്കാര ശുശ്രൂഷകൾ സംബന്ധിച്ച് അന്തിമ തീരുമാനമുണ്ടാകുമെന്ന് സഭാ വക്താവ് സിജോ പന്തമ്പള്ളിയിൽ വ്യക്തമാക്കി. അഭിവന്ധ്യ മെത്രാപ്പൊലീത്ത തിരുമേനസിൻ്റെ സംസ്കാര ശുശ്രൂഷകളുടെ തീരുമാനം ഇതുവരെ ആയിട്ടില്ല. കാരണം ഞങ്ങളുടെ തിരുമേനിമാർ, എപ്പിസ്കോപ്പുമാർ, ഞങ്ങളുടെ ബിഷപ്പുമാർ ട്രാവൽ ചെയ്യുന്നേ ഉള്ളൂ. 1-2 പേർ ഓൾറെഡി എത്തി. ബാക്കിയുള്ള സീനിയർ ബിഷപ്പ്സുമാരെല്ലാം ഇന്ന് വൈകിട്ടൊരു 7:30 എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം അവൈലബിൾ ആയിട്ടുള്ള തിരുമേനിമാരെ വെച്ചുകൊണ്ടുള്ള ഇമ്മീഡിയറ്റ് പരിശുദ്ധ സിനഡ് കൗൺസിൽ ചേരുന്നതായിരിക്കും. അതിനുശേഷമാണ് അതിൻ്റെ ഡേറ്റും മറ്റു കാര്യങ്ങളും സംബന്ധിച്ചുള്ള തീരുമാനങ്ങളുണ്ടാവുക. എന്നിരുന്നാൽ തന്നെയും അഭിവന്ധ്യ തിരുമേനിമാരോടും സഭാ സെക്രട്ടറി അച്ഛനോടും സംസാരിച്ചതിൻ്റെ വെളിച്ചത്തിൽ ശുശ്രൂഷകളെല്ലാം ഇവിടെ തന്നെ നടത്തണം എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം. അങ്ങനെയുള്ളൊരു ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കാര്യങ്ങൾ ഇപ്പോൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. അന്തരിച്ച ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ പ്രഥമ മെത്രാപ്പൊലീത്ത മാർ അത്തനേഷ്യസ് യോഹാന്റെ സംസ്കാര ചടങ്ങുകൾ സഭാസ്ഥാനമായ തിരുവല്ലയിൽ തന്നെ നടക്കും. ഇന്ന് വൈകിട്ട് ചേർന്ന സഭാ സിനഡിന് ശേഷമായിരിക്കും ഈ സംസ്കാര ശുശ്രൂഷകൾ സംബന്ധിച്ച അന്തിമ തീരുമാനം ഉണ്ടാവുക. ഇത് സംബന്ധിച്ചാണ് സഭാ വക്താവ് സിജോ പന്തമ്പള്ളിയിൽ കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ഏതായാലും വിശദാംശങ്ങളുമായി മിഥുൻ മുരളി ചേരുകയാണ്. മിഥുൻ, ഇന്ന് വൈകിട്ട് ചേരുന്ന സിനഡിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്തിമ തീരുമാനം കൈക്കൊള്ളുക, അല്ലേ? KP സഭയുടെ വിവിധ ഭദ്രാസനങ്ങളിൽ നിന്നുള്ള ബിഷപ്പുമാർ ഈ സഭാ ആസ്ഥാനത്തേക്ക്, തിരുവല്ലയിലെ ആസ്ഥാനത്തേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ സഭാ ബിഷപ്പുമാരുമായി ചേർന്നുകൊണ്ട് വൈകിട്ട് ഒരു സിനഡ് യോഗം ചേരുന്നുണ്ട്. ഈ സിനഡ് യോഗത്തിലായിരിക്കും സംസ്കാര ശുശ്രൂഷകൾ ഏത് ദിവസം, ഏത് സമയം, മറ്റ് ക്രമീകരണങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു അന്തിമമായ തീരുമാനം ഉണ്ടാകുകയുള്ളൂ. നിലവിൽ അമേരിക്കയിലും പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങൾ ഭക്തർക്ക്, വിശ്വാസികൾക്ക് അദ്ദേഹത്തെ കാണുന്നതിനുള്ള അടക്കമുള്ള ക്രമീകരണങ്ങൾ അവിടെയും ഒരുക്കുന്നുണ്ട്. അതിനുശേഷം ഇവിടേക്ക് എത്തിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൗതികദേഹം ഇവിടെ എത്തിച്ചതിനു ശേഷം ഇനിയുള്ള ക്രമീകരണങ്ങൾ എങ്ങനെയാകണം എന്നതടക്കമുള്ള കാര്യങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടിയാണ് ഇന്ന് വൈകിട്ട് സിനഡ് യോഗം ചേരുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ വിവിധ ഭദ്രാസനങ്ങളിൽ നിന്നുള്ള 50ഓളം ബിഷപ്പുമാരാണ് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിനുള്ളത്. ഈ ബിഷപ്പുമാരെല്ലാം സഭാ ആസ്ഥാനത്തേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. സഭയുടെ വിവിധ സ്ഥാപനങ്ങളിൽ പ്രാർത്ഥനാ ശുശ്രൂഷകൾ രാവിലെ മുതൽ നടക്കുന്നുണ്ട്. സഭാ ആസ്ഥാനത്തും സഭയുടെ വിശ്വാസികളുടെയും മറ്റ് ബിഷപ്പുമാരുടെയും എല്ലാം നേതൃത്വത്തിൽ, മറ്റ് വൈദികരുടെയും എല്ലാം നേതൃത്വത്തിലുള്ള വിപുലമായ പ്രാർത്ഥനാ ചടങ്ങുകളും രാവിലെ മുതൽ തന്നെ തുടങ്ങിയിട്ടുണ്ട്. സഭയുടെ വിവിധ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. തിരുവല്ലയിലെ ആശുപത്രി മാത്രമാണ് ഇന്ന് പ്രവർത്തിക്കുന്നത്. അപകടത്തിൽ ആണ് ഈ അദ്ദേഹം മെത്രാപ്പൊലീത്ത അമേരിക്കയിൽ വെച്ച് മരണമടയുന്നത്. അതുകൊണ്ട് തന്നെ ഭൗതികദേഹം ഇവിടേക്ക് എത്തിക്കുന്നതിനുള്ള ചില നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഈ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിന് ദിവസങ്ങൾ എടുക്കാനും സാധ്യതയുണ്ട്. ഏകദേശം 3 ദിവസത്തിന് ശേഷം മാത്രമായിരിക്കും ഇവിടേക്ക് ഭൗതികദേഹം എത്തിച്ച് മറ്റ് ചടങ്ങുകൾ ഇവിടെ നടക്കുകയുള്ളൂ. ഈ വൈകിട്ട് ചേർന്ന സിനഡിലാണ്, ഇവിടെയാണ് സംസ്കാര ശുശ്രൂഷകളും മറ്റ് ചടങ്ങുകളും നടക്കുക എന്നുള്ള കാര്യത്തിൽ അന്തിമ വ്യക്തത ഉണ്ടാകുകയുള്ളെങ്കിൽ കൂടി സഭാ വക്താവ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇവിടെ വെച്ച് തന്നെ ഈ സംസ്കാരവും മറ്റ് ചടങ്ങുകളും നടത്തണം എന്ന് അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് 5 ദിവസം മുൻപ് അമേരിക്കയിലേക്ക് പോകുന്നതിന് മുൻപ് യാദൃശ്ചികമായിട്ട് തൻ്റെ അന്ത്യ നിദ്ര കൊള്ളുന്നത് ഇവിടെ ആയിരിക്കണം, സഭാ ആസ്ഥാനത്തായിരിക്കണം എന്നുള്ള ഒരു ആഗ്രഹം അദ്ദേഹം യാദൃശ്ചികമായി സഭാ വക്താക്കളും മറ്റ് വൈദികരുമൊക്കെ ആയിട്ട് സംസാരിച്ചിരുന്നു എന്നുള്ള ഒരു കാര്യവും സഭാ വക്താവ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഭയിലെ വൈദികരുടെയും സഭാ വക്താക്കളുടെയും എല്ലാം നേതൃത്വത്തിൻ്റെയും എല്ലാം ആഗ്രഹം ഇവിടെ വെച്ച് തന്നെ സംസ്കാര ശുശ്രൂഷകളും അന്ത്യനിദ്ര ഒരുക്കുന്നതിനുള്ള ക്രമീകരണങ്ങളും ഒരുക്കണം എന്നുള്ള ഒരു കാര്യം തന്നെയാണ്. അത് വ്യക്തമാവുക ഇന്ന് വൈകിട്ട് ചേരുന്ന സഭാ സിനഡിന് ശേഷം മാത്രമായിരിക്കും. KP.